സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ചരിത്രപരമായ 100ാം വാർഷികം സമസ്ത സെന്റിനറി ആഘോഷ പരിപാടികൾ സമുചിതമായി കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അജയ്യനായ അമരക്കാരനും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ദൈക്ഷണിക വിലാസവുമായ സുൽത്താനുൽ ഉലമ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ കർമ്മധന്യതയുടെ മനോഹരമായ അടയാളപ്പെടുത്തലുകൾ നിർവഹിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം അതിന്റെ 100ാം വാർഷിക ആഘോഷങ്ങൾ സമുചിതമായി സംഘടിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് 1926കളിൽ രൂപപ്പെടുമ്പോൾ ഉയർത്തിപ്പിടിച്ച നിലപാടുകളും ഉയർത്തിപ്പിടിച്ച മൗലികമായ ആശയ പരിസരത്ത് ഉറച്ചു നിന്നുകൊണ്ടാണ് അതിന്റെ 100 വർഷങ്ങൾ പിന്നിടുമ്പോഴും ആദർശ കണിശതയുടെ സൂക്ഷ്മമായ ഏറ്റവും മനോഹരമായി ഈ പ്രത്യയ ശാസ്ത്ര സൗന്ദര്യത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 100 വർഷങ്ങൾ പിന്നിടുന്നത് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏറ്റവും മനോഹരമായി ഈ ഒരു സായും സന്ധ്യയിൽ നമ്മൾ അടയാളവാക്യമായി കേൾക്കേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1920കളിലാണ് രൂപപ്പെടുന്നത്. 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ആഗോള മുസ്ലിം ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു. അത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കേരളീയ മുസ്ലിം ഉലമാക്കളുടെ ദീർഘവീക്ഷണത്തിന്റെയും ഏറ്റവും സമഗ്രമായി മുസ്ലിം ഉമ്മത്തിനെ ഏറ്റവും മനോഹരമായി ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയോടും പാരമ്പര്യത്തോടും കൂറുപുലർത്തിക്കൊണ്ട് മഹാന്മാരായ പാരമ്പര്യ മുസ്ലിം ഉലമാക്കളുടെ കാർമ്മികത്വത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത്. 1920കളിൽ പാൻ ഇസ്ലാമിസത്തിന്റെ വക്താക്കൾ തീവ്ര ഇസ്ലാമിക പരിസരത്തെ നമ്മുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവരികയും അത്തരം തീവ്രമായ പരിസരങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്തിന്റെ സാംസ്കാരിക സ്വത്വം മോഷ്ടിക്കപ്പെടുകയും ചെയ്ത ഒരു ചരിത്രപരമായ ഘട്ടത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വരക്കൽ അലവി മുല്ലക്കോയ തങ്ങളുടെയും മഹാനായ പാങ്ങിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ രൂപപ്പെടുന്നത്. അതിന്റെ ചരിത്ര നൈരന്തര്യങ്ങൾ ഇങ്ങേ തലക്കൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ 1980കളിൽ വിദ്യാഭ്യാസ ബോർഡിന്റെയും 1984 സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും പിന്നീട് 1973 SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും അടക്കമുള്ള ഉള്ളടക്കങ്ങളെല്ലാം മനോഹരമായി ഉൾച്ചേർത്ത് മനോഹരമായി പ്രയോഗിച്ചുകൊണ്ട് ആ ചരിത്ര നൈരന്തര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് 2026 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ സെന്റിനറി ആഘോഷ പരിപാടികൾ സമുചിതമായി ആഘോഷിക്കപ്പെടുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ലോക ഇസ്ലാമിക ചരിത്ര വ്യവഹാരങ്ങളുടെ വർത്തമാന കാല പരിസരം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് തുല്യമായ ഒരു സംഘബോധം ലോകത്തെവിടെയും മുസ്ലിം സമൂഹത്തിനകത്ത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ പാരമ്പര്യ ഉലമാക്കൾ വ്യവഹരിച്ചതും നേതൃത്വം നൽകിയതും തദ്ദേശീയ സമൂഹമായി ബഹുസ്വര സംസ്കൃതിയോട് ചേർത്ത് നിർന്നുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യരായ നേതൃത്വം നമുക്ക് പേര് പഠിച്ചിട്ടുള്ളത്. അങ്ങപ്പുറത്താണ് മഹാനായ പ്രിയപ്പെട്ട സഹോദരന്മാരെ പൊന്നാനിയിലെ മഖ്ദൂമുമാർ കിടക്കുന്നത്. പൊന്നാനി എന്ന് പറയുന്നത് ഇസ്ലാമിക ജ്ഞാന പരിസരത്തിന്റെ ഏറ്റവും പ്രഫുല്ലമായ ഓർമ്മകൾ അടയാളപ്പെട്ട് കിടക്കുന്ന പൊന്നാനിയുണ്ട് നമ്മുടെ പരിസരത്ത്. ഈ പൊന്നാനിയിലെ മഖ്ദൂമുമാരായ മുസ്ലിം ഉലമാക്കളായിരുന്നു 1498 വാസ്കോ ഡി ഗാമയുടെ നേതൃത്വത്തിൽ ഈ പോർച്ചുഗീസ് ക്രൈസ്തവ യൂറോപ്പ് നമ്മുടെ രാജ്യത്തേക്ക് ഒരു അധിനിവേശം എന്ന അർത്ഥത്തിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടുകൂടി കടന്നു വന്നപ്പോൾ അതിനെ എതിർക്കുവാനുള്ള അത്തരം സമരോദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പൊന്നാനിയിൽ നിന്നായിരുന്നു. ആ പൊന്നാനിയിലെ മഖ്ദൂം പണ്ഡിതന്മാർ എങ്ങനെയാണ് തേരുതെളിച്ചത്? ദൈക്ഷണിക നേതൃത്വം നൽകിക്കൊണ്ട് മഹാന്മാരായ അക്കാലഘട്ടത്തിലെ രാജാക്കന്മാരായ തികഞ്ഞ ഹൈന്ദവ മതഭക്തനായ സാമൂതിരി രാജാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ 1560 മഹാനായ ഖാദി മുഹമ്മദ് എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. ഫതഹുൽ മുബീൻ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ഫതഹുൽ മുബീൻ ലിസ്സാമിരി അല്ലദീ യുഹിബ്ബുൽ മുസ്ലിമീൻ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ മനോഹരമായ പേര്. അഥവാ സാമൂതിരി രാജാവിന്റെ ഏറ്റവും വലിയ വിശേഷമായി അവിടെ അവതരിപ്പിക്കുന്നത് തന്നെ മുസ്ലിമീങ്ങളെ സ്നേഹിക്കുന്നു എന്നതാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഉള്ളടക്കം എന്നത് മനോഹരമായ ബഹുസ്വര ഉള്ളടക്കമാണ്. ഈ ബഹുസ്വര ഉള്ളടക്കത്തെ ഇസ്ലാമിന്റെ മൗലികമായ ആശയങ്ങൾ പ്രകാശിപ്പിക്കുന്നിടത്ത് എവിടെയും അന്യ
ദേശീയതാബോധം പ്രകടിപ്പിക്കുവാന് ഏറ്റവും മനോഹരമായി വിശുദ്ധമായ മതത്തിന്റെ സ്വച്ഛന്തമായ ആശയങ്ങളെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മുസ്ലിം ഉലമാക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മനോഹരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തീവ്രമായ പരിസരങ്ങളില്ലാതെ, ചിത്രതയില്ലാതെ, എവിടെയും അനൈക്യത്തിന്റെയോ അസമാധാനത്തിന്റെയോ വിള്ളലുകളില്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അടയാളപ്പെട്ടു. 2026 ജനുവരി 28, 29, 30, 31 തീയതികളിൽ പ്രസ്ഥാനത്തിന്റെ ചരിത്ര മഹാസംഭവങ്ങൾക്ക് വേദിയായ മലപ്പുറത്തിന്റെ മണ്ണിൽ ഈ പ്രസ്ഥാനത്തിന്റെ സമസ്ത സെന്റിനറിയുടെ സമാപന സമ്മേളനത്തിലേക്ക് ശബ്ദം ശ്രമിക്കും.